ഹായ് എവരി വൺ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർച്യൂണറിന്റെ ഒരു കീന്ന് കുരുവി അറിയണ പോലത്തെ ഒരു സൗണ്ട് ആയിട്ട് വന്ന ഒരു വണ്ടിയാണ് ട്ടോ. അപ്പൊ കസ്റ്റമർ പറഞ്ഞു വണ്ടി എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല കുരുവി കരയണമല്ല കീ എന്നുള്ളൊരു സൗണ്ട് ആയിരുന്നു. പിന്നെ കട്ടർ വഴിക്കടെ പോകുമ്പോഴും ഇങ്ങനെയുള്ള കീ എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അപ്പൊ വണ്ടി എടുത്തിട്ട് ഞാൻ ഓടിച്ചു നോക്കിയപ്പോ നല്ല കീ എന്നുള്ള സൗണ്ട് കേട്ടു. അപ്പൊ ഈ ഒരു സൗണ്ട് വന്നത് നമ്മുടെ ഷോക്കിന്റെ ബുഷിനും വരും, അതുപോലെ തന്നെ അപ്പർ റാം ലോവർ റാം ബോളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് വരും കേട്ടോ. ഈ ഒരു സൗണ്ട് ആ ബോളൊക്കെ പോയിട്ട് ബോളിന്റെ ഉള്ളിലുള്ള ബൂട്ടൊക്കെ പൊട്ടി അതിലുള്ള ഗ്രീസൊക്കെ പോയിട്ട് മെറ്റൽ തമ്മിൽ കൂട്ടി ഒരയണ ഒരു സൗണ്ട് ആയിരുന്നു. കീ എന്നുള്ളൊരു സൗണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ ആ ഒരു സൗണ്ട് കേൾക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ടയർ അഴിച്ചു കഴിഞ്ഞപ്പോ അപ്രാമിന്റെ ബോള് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടില്ല, അപ്രാമിന്റെ ബോള് പോയതായിരുന്നു. അപ്പൊ ഈ ഇന്നോവ ഫോർച്യൂണർ പോലുള്ള വണ്ടികൾക്കൊക്കെ അപ്രാമിന്റെ ബോൾ അതുപോലെ ലോറാമിന്റെ ബോളൊക്കെ പോയി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. ആ ലോറാമും അപ്രാമും ഒക്കെ ഫുൾ ആയിട്ട് മാറി കളയേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് അപ്രാമിന്റെ ബോളാണ് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി കൊടുത്തേ, അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അടുപ്പ് കിട്ടും. നമ്മൾ സാധാരണ ഈ മാരുതിയുടെ വണ്ടിയൊക്കെ നമ്മൾ ലിഫ്റ്റ് കയറ്റിയിട്ട് കൈ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോറാമിന്റെ കടുപ്പ് മനസ്സിലാവും. പക്ഷെ ഇതുപോലുള്ള ഹെവി വണ്ടികളൊക്കെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും റാഡോ എന്തെങ്കിലും വലിയ സ്കൂട്ടറോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിട്ട് തിക്കി കഴിഞ്ഞാലാണ് അതിന്റെ ഒരു കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ. അടുപ്പുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഈ സാധനം അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് മാറിക്കളയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോർച്യൂണറിന്റെ അപ്പറാം അഴിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ട് കേട്ടോ. ഇച്ചിരി പ്രയാസം, വലിയ പ്രയാസമൊന്നും ഇല്ല, എന്നാലും അതിന്റെ ഒറ്റ ഒരു ബോൾട്ടിലാണ് അതിന്റെ ഫിറ്റിംഗ്. അതേ കണ്ടില്ല, ഇത്രയും വലിയൊരു ബോൾട്ടോ, മതിയായ ഒരു ബോൾട്ടാട്ടോ. അപ്പൊ ഈ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോൾട്ട് നമ്മുടെ ബാറ്ററി ഊരി കഴിഞ്ഞാലാണ് ആ ബോൾട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ബാറ്ററി ഊരിയിട്ട് ആ ബോൾട്ട് ഊരിയെടുക്കണം. പിന്നെ അത് ഈ ഒരു അപ്പറാമിന്റെ ബോൾ നമുക്ക് തന്നെ ഊരിയെടുത്ത് നമുക്ക് തന്നെ അടിക്കാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഊരിയെടുത്തിട്ട് നമുക്ക് തന്നെ അടിച്ച് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും, പുതിയ ബോൾ മേടിച്ചിട്ട്. ഇത് അതുപോലെ തന്നെ നമ്മൾ തന്നെ ഊരിയെടുത്ത് നമ്മൾ തന്നെ അടിച്ചാൽ കേട്ടോ. അതിന്റെ ലോക്ക് വിടിയിച്ചിട്ട് അതിന്റെ ബൂട്ട് ഊരിയെടുത്തിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ ബൂട്ട് ചമ്മന്തി ആയി പോകും. അപ്പൊ ലോക്ക് ഊരിയെടുത്തിട്ട് ബൂട്ടും വിടിയിച്ചിട്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ലോക്ക് ഇട്ടിട്ട് ബൂട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിലുള്ള ലോക്ക് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ വരുവാണെങ്കിൽ ഇതുപോലുള്ള ബുഷുകളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ മാറിക്കളയാവുന്നുള്ളൂ. ഇതിന്റെ അപ്രാമിന്റെ ബുഷിന് ഏകദേശം ഒരു 1,800 രൂപയായിരുന്നു വില. പിന്നെ ലോറാമിന്റെ ആണെങ്കിൽ ഇച്ചിരി വില കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം നല്ല വിലയുണ്ട്. ഏകദേശം കറക്റ്റ് വില എന്നാന്ന് നമുക്ക് ഓർമ്മയില്ല. ഏകദേശം ഒരു 10,500 ഏകദേശമാണെന്ന് തോന്നുന്നു. എന്നായാലും ഇതിന്റെ വില 800 രൂപയായിരുന്നു. പിന്നെ ഈ ഒരു ബോൾട്ട് ഇടാനും കുറച്ച് പാടുണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ വലിയ ബോൾട്ട് അല്ലേ, വലിയ ബോൾട്ടാണ്. പിന്നെ ആ ബാറ്ററി ഒക്കെ ഊരിയതിനു ശേഷമാണ് ഇത് അഴിച്ചെടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പിടിപ്പിക്കാം. അപ്പൊ ഈ ഒരു വണ്ടിയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രാമിന്റെ ബോൾ ലോറാമിന്റെ ബോളൊക്കെ കംപ്ലൈന്റ് ആയാലും അഴിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ മാറാം എന്നുള്ളതാണ്. പിന്നെ പിന്നീട് അത് അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ലോറാമിന്റെ ബോളൊക്കെയാണ് മാറണമെങ്കിൽ അത് പൊസിഷനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ മാറുവാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ആദ്യം ഇരിക്കണ ആ ഒരു പൊസിഷനിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ലോറാമൊക്കെ അഴിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അലൈൻമെന്റിനും എളുപ്പമായിരിക്കും.